നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമരുതൂർ ഡിവിഷനിൽ 55 വാർഡുകളിലായി 25 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിയെയും മറ്റു ജനപ്രതിനിധികളെയും ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു. ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP ഉപഹാരങ്ങൾ നൽകി. മലപ്പുറം കൊമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ലോക അധ്യാപക ദിനം ആചരിച്ചു. ഹയർ സെക്കൻഡറി മലപ്പുറം മുൻ RTD ഡോക്ടർ അനിലിനെ ജില്ലാ പ്രസിഡന്റ് ഷെബീർ അലി കോടങ്ങാട്ട് പൊന്നാട ചാർത്തി ആദരിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന ജില്ലയിലെ വികസന സദസ്സിന് മംഗലം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന UDF കമ്മിറ്റി തീരുമാനം ധിക്കരിച്ച് സർക്കാരിന്റെ വികസന സദസ്സ് നടത്താനുള്ള മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാര നടപടിക്കെതിരെ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ലീഗ് നേതൃത്വം നിലക്ക് നിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. DYFI തിരൂർ ബ്ലോക്ക് സമ്മേളനം പച്ചാട്രി സൈതലവി നഗറിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് K നൗഫൽ പതാക ഉയർത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം മീര S മോഹൻ ഉദ്ഘാടനം ചെയ്തു. 3 നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തുന്ന 2 പ്രതികൾ താന്നൂർ പോലീസിന്റെ പിടിയിൽ. കാളാട് ഭാഗത്തു നിന്നുമാണ് കരിമ്പനക്കൽ ഉമ്മർ ഷെരീഫ്, ആദർ സുന്ദർ കൊളക്കാടി എന്നിവരെ 3 നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തുന്നതായി കാണപ്പെട്ട് പിടികൂടി അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടതാണെന്നും അതിനെ നേരിടാനായി കേരള സർക്കാർ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി B അബ്ദുറഹിമാൻ ഒഴൂർ കൃഷിഭവനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കടപ്പുറത്തും അഞ്ചുടിയിലും മത്തി ചാകര. ഇന്നലെ രാവിലെ 11:30യോടെയാണ് മത്തി കൂട്ടത്തോടെ കരയിലേക്ക് കയറിയത്. നിരവധി പേരാണ് കരയിൽ കയറിയ മത്തി പെറുക്കി കൂട്ടാൻ എത്തിയത്. തിരൂർ നഗരസഭ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു. പ്രദേശവാസികൾക്ക് പള്ളിയിലേക്ക് എളുപ്പം പ്രവേശിക്കാവുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ഈ ഫുട്പാത്താണ് കൗൺസിലർ ബിജിതയുടെ പരിശ്രമത്തിൽ പുതുക്കി പണിഞ്ഞത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. റേഷൻ കടകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി. റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ 8-നു പകരം 9-നാണ് തുറക്കുക. തിരൂർ നഗരസഭ 26-ാം വാർഡ് കൂത്തുപറമ്പ് പ്രദേശത്ത് 40 വർഷത്തോളമായി ശ്മശാനത്തിലേക്കും 30ഓളം വീടുകളിലേക്കും റോഡ് സൗകര്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് 4 അടി വീതിയിലുള്ള വഴി ജനകീയമായി കൗൺസിലറുടെ നേതൃത്വത്തിൽ റോഡാക്കി മാറ്റിയത് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായി പൗരവേദിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. ഗസയിലെ നിസ്സഹാരായ മനുഷ്യരോട് സയനിസ്റ്റ് ഭീകരർ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ റാലിയിൽ പ്രതിഷേധമിരമ്പി. കൂട്ടായി വാടിക്കലിൽ നിന്നും ആരംഭിച്ച റാലി ആശാൻപടിയിൽ സമാപിച്ചു. ഒഴൂർ കരിങ്കപ്പാറ കാക്കാട്ടുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദീപസമർപ്പണം വിപുലമായി നടത്തി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.